ആൾ ബോധത്തിന് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് പോലും എന്തു സംഭവിക്കും? തെറ്റാണ്. ബോധത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജീവിച്ചിരുന്നാൽ മാത്രം മതി. ബോധത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് വിചാരിക്കുന്നിടത്ത് തന്നെ നമ്മൾ ഫ്യൂച്ചറിനെ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ജയകുമാർ സാർ പറഞ്ഞ പോലെ ഇന്നിനെ മറന്നിട്ട് നാളെ എടുത്തിട്ട് കഴിഞ്ഞു. ബോധം എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി നമ്മൾ മുമ്പ് ഇട്ട് കഴിഞ്ഞു. അവിടെ തന്നെ നമ്മൾ കൺസ്യൂമറിസ്റ്റിക് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയി, ഒരു സ്വേച്ഛാപരമായ പ്രവൃത്തിയിലേക്ക് നമ്മൾ നീങ്ങുന്നു, നമ്മുടെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ മതങ്ങൾ ശ്രമിച്ചത്. മനുഷ്യൻ ന്യായത്തിലൂടെയും ശാന്തിയിലൂടെയും ധർമ്മത്തിൽ കൂടെയും പൊക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവ എത്തിക്കൊള്ളുമല്ലോ. അതിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കിൻഡർ ഗാർട്ടൻ ലെവലിൽ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും പിന്നെ കളിക്കോപ്പുകളും പിന്നെ ഗെയിമുകളും ഒക്കെ കൊടുക്കുന്ന പോലെ കുറേ ആക്ടിവിറ്റിയും കുറേ ചിട്ടകളും കുറേ ആചാരങ്ങളും എല്ലാം ഇട്ടുകൊടുത്ത് മനുഷ്യനെ മര്യാദയ്ക്ക് നിർത്താൻ ശ്രമിച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ. പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയുന്നില്ല. അപ്പം കുട്ടികൾക്ക് കിട്ടിയിരുന്ന കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി അടികൂടുന്നത് പോലെ ഓരോ വ്യക്തിയും അവനവൻ്റെ മതത്തിന് വേണ്ടി അടികൂടിക്കൊണ്ടിരിക്കുന്നു. അത്ര സിമ്പിൾ. അപ്പം അവരെ കുറ്റം പറഞ്ഞാൽ മതങ്ങളെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇതാണ് ഉദ്ദേശിച്ചത്. നിഷ്ഠാപരമായൊരു ജീവിതം, മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെയുള്ള ജീവിതത്തിൽ കൂടെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശിച്ചുള്ളൂ. ഏത് മതത്തിലെയും അടിസ്ഥാനപരമായിരിക്കുന്ന ബോധത്തിലേക്ക് എത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊരു മതം വൈരുദ്ധ്യമുള്ളതല്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതൊക്കെ ഉപരിതല സ്പർശിയായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം തന്നെ. അപ്പം ബില്ല് ചോദിച്ചതുപോലെ ബോധത്തിന് വേണ്ടിയാണ് ഞാൻ കർമ്മം അനുഷ്ഠിക്കുന്നതെന്നൊരു ധാരണ വെച്ചുകൊണ്ടാണെങ്കിൽ അതുപോലും തെറ്റാണ്. ബോധം എന്ന് പറയുന്നൊരു വിഷയമില്ല എന്ന് തോന്നുന്ന ആ നിമിഷം താങ്കൾ അബദ്ധസഞ്ചാരത്തിലേക്ക് പോകും. താങ്കളൊരു ഗുരുവിനെ ഫോളോ ചെയ്യുകയാണ്. ഉദാഹരണം, ഗുരു വഴിതെറ്റുന്നു എന്ന് തോന്നുന്നത് താങ്കളും വഴിതെറ്റിച്ച് കളയും. എനിക്കറിയാം, എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾ, അവർക്ക് ഈ പറഞ്ഞ പോലെ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കണമെന്ന് അവർക്ക് തോന്നിയ സമയത്ത് അവരുടൻ തന്നെ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന പല ചിട്ടകളിൽ നിന്ന് അവർ മാറിപ്പോയി മാംസഭക്ഷണമൊക്കെ കഴിച്ച് വാശി തീർക്കുക ഒരു സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കഴിച്ചു? എന്തുകൊണ്ട് തോന്നി? അപ്പോൾ അതിൻ്റെ ഫലമായി നിർബന്ധമായിട്ടും സസ്യേതര ഭക്ഷണം ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള രോഗങ്ങളും പറയാൻ വന്നു. പിന്നെ അത് ഒഴിച്ചുകൂടാൻ പറ്റാതായി. അത് കഴിക്കാൻ പാടില്ലെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ സ്വന്തം നിഷ്ഠ, ഇതാരും പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ സസ്യേതര ഭക്ഷണം കഴിക്കരുതെന്നും ഇവിടെ ആരും സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ അവർക്ക് സ്വയം ഒരു നിശ്ചയമൊക്കെ ഉണ്ടാക്കി വെച്ചത് കാണിച്ചിരുന്നു. അത് മുഴുവൻ കാണിപ്പ് മാത്രമായിരുന്നു എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ഇവർക്ക് ആ നിഷ്ഠയിൽ നിന്ന് ചാടി വെളിയിറങ്ങാനുള്ള വ്യഗ്രത ഇങ്ങനെ എളുപ്പമുണ്ടായിരുന്നു. അതും കൂടെ ചേർന്നായിരിക്കും തള്ളുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ നിമിഷത്തിൽ അവർ പോയി അതെന്തുകൊണ്ടുണ്ടാകുന്നു? ബോധത്തിന് വേണ്ടി കർമാനുഷ്ഠിക്കുന്നു, മോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്നു, നന്മ എന്തെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മുമ്പായിട്ട് ജീവിക്കുന്നതാണ്. അതൊക്കെ വെറും പാഴാണ്. ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവരുണ്ട് ഭൂമിയിൽ. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷവും. പക്ഷേ ബുദ്ധന്മാരങ്ങനെയല്ല. ബുദ്ധന്മാരെ ഫോളോ ചെയ്യുന്ന ബോധകന്മാരും സാധകന്മാരും അങ്ങനെയല്ല. അതാണ്.